കെട്ടിടങ്ങൾക്കിടയിലുള്ള വിവിധ പാതകളിൽ നിന്നും കടത്തു തോണികൾ കുറച്ചുകൂടി വിശാലമായ ഭാഗത്ത് എത്തിച്ചേരും. ഈ പ്രദേശം കാണാൻ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. ഇവിടെ ഇടത്തരം ബോട്ടുകളും ധാരാളം ചെറുവള്ളങ്ങളും ബഹുനില കെട്ടിടങ്ങളും ചേർന്ന് ജലയാത്രയുടെ കേന്ദ്രമായി തീർന്നിരിക്കുന്നു. സിനിമാക്കാരുടെ പറുദീസയാണ് ഈ ഭാഗം. ബോളിവുഡിലെ സൂപ്പർ സ്റ്റാറുകളായ അമിതാഭ് ബച്ചൻ, ധർമ്മേന്ദ്ര, ദേവാനന്ദ്, മുംതാസ്, രേഖ, സീനത്തമൻ തുടങ്ങിയ താരനിരയെല്ലാം ഈ ലൊക്കേഷൻ തേടിയെത്തുന്നത് പതിവായിരുന്നു. അതുകൊണ്ട് തന്നെ ധാരാളം ഇന്ത്യൻ സിനിമകളിൽ വെനീസ് കാഴ്ചകൾ പതിവായിരുന്നു. തുഴക്കാരൻ പരിസര വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ബോട്ട് എന്നെയും കൊണ്ട് ഇടുങ്ങിയ പാതയിലേക്ക് കടന്നു. സമീപത്തുകൂടി ഒഴുകി നീങ്ങുന്ന ബോട്ടിലിരുന്നു കൊണ്ട് സഞ്ചാരികൾ എൻ്റെ ക്യാമറയെ നോക്കി കൈവീശി കാണിക്കുന്നുണ്ടായിരുന്നു. ഒരേ സമയം തന്നെ ഒന്നിലധികം വള്ളങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കൊണ്ടേയിരുന്നു. ഈ കാണുന്നതാണ് ഹണിമൂൺ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന ഗോണ്ടോല വള്ളം. അതിസുന്ദരമായി അലങ്കരിച്ചതും മേൽമൂടിയില്ലാത്തതും 2 പേർക്ക് മാത്രം യാത്ര ചെയ്യാവുന്നതുമായ വള്ളങ്ങളാണ് ഗോണ്ടോല. നായികയ്ക്കും നായകനും 2 സിംഹാസനങ്ങൾ നൽകും. യാത്രയ്ക്ക് അകമ്പടിയായി ഒരു ഇറ്റാലിയൻ നാടോടി ഗാനവും ഒഴുകിയെത്തുന്നുണ്ടാവും. ബോട്ട് എന്നെയും കൊണ്ട് അടിപ്പാലത്തിലൂടെ കടന്നപ്പോൾ പാലത്തിൻ്റെ മുകളിൽ മധുവിധുവിനെത്തിയ 2 യുവ മിഥുനങ്ങൾ കാഴ്ചകൾ കണ്ട് രസിക്കുന്നത് കാണാമായിരുന്നു. പാലത്തിൻ്റെ മറുഭാഗത്ത് സഞ്ചാരികളിൽ ചിലരും ബോട്ട് യാത്രകൾ ആസ്വദിക്കുകയാണ്. വീടുകളിൽ പലതും ഒരേ മാതൃകയിൽ പണിതിരിക്കുന്നുണ്ട്. വലിയ ജനാലകളും കായൽ കാഴ്ചകൾ കാണുന്നതിനുള്ള കിളിവാതിലുകളും കാണാം. കടത്തു തോണിക്കാരുടെ സഹായത്തിനായി ചുവരുകളിൽ ചില ഭാഗത്ത് റിയർ വ്യൂ ഗ്ലാസുകളും ഘടിപ്പിച്ചിട്ടുണ്ട്. കെട്ടിടങ്ങൾ ചുടുകല്ലും കരിങ്കല്ലും ഉപയോഗിച്ചാണ് പണിതിരിക്കുന്നത്. വളഞ്ഞ ഭാഗങ്ങളിലെ കെട്ടിടങ്ങളുടെ ചുവരുകളിൽ വള്ളങ്ങൾ തട്ടിയതിനാലാകാം പലതും നശിച്ചു തുടങ്ങിയിരിക്കുന്നു. ജലപാതയുടെ സമീപത്തായി ചില ഷോപ്പിംഗ് സെന്ററുകൾ, ഫാൻസി സെന്ററുകൾ, റെസ്റ്റോറന്റുകൾ, കോഫി ക്ലബ്ബുകൾ, ഹാൻഡിക്രാഫ്റ്റ് സെന്ററുകൾ എന്നിവ പ്രവർത്തിക്കുന്നുണ്ട്. അകലെ ഒരച്ഛനും 2 മക്കളും വിനോദസഞ്ചാരത്തിൻ്റെ ആലസ്യത്തിലാണ്. വെനീസിലെത്തുന്ന ഏതൊരാൾക്കും പ്രായഭേദമന്യേ ഈ സൗന്ദര്യ കാഴ്ചകൾ ആസ്വദിക്കാം. ഈ കുഞ്ഞു പ്രായത്തിലും വെനീസ് കാഴ്ചകൾ ഇവനെ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നു എന്ന് അവൻ്റെ മുഖത്തു നിന്നും നമുക്ക് വായിച്ചെടുക്കാം. ഈ ചെറിയ വള്ളങ്ങളും ഇടുങ്ങിയ ഇടനാഴികളിൽ കൂടിയുള്ള ഈ യാത്രയും കൊണ്ടാണ്
വെനീസ് എന്ന കൊച്ചു പട്ടണം ലോകശ്രദ്ധ നേടിയത്. ഓളപ്പരപ്പിൽ ഒഴുകി നീങ്ങിയ വള്ളം ഒടുവിൽ ഞങ്ങളെയും കൊണ്ട് തീരത്തണഞ്ഞു. അവിടെ യാത്രയ്ക്കായി സന്ദർശകർ കാത്തുനിൽപ്പുണ്ടായിരുന്നു. ഹാൻഡിൽ ഉപയോഗിച്ച് വള്ളം കരയോടടുപ്പിച്ചു. സഞ്ചാരികളെ ഓരോരുത്തരെയായി പുറത്തേക്കിറങ്ങാൻ സഹായിക്കുകയാണ് ഒരാൾ. യാത്ര കഴിഞ്ഞിറങ്ങിയ സഞ്ചാരികൾ കൂട്ടമായി ഒഴുകിയെത്തി തുടങ്ങി. ഇനി ഷോപ്പിങ്ങിൻ്റെ സമയമാണ്. വെനീസിലെ ജലയാത്ര പോലെ ലോകപ്രസിദ്ധമാണ് വെനീഷ്യൻ ഗ്ലാസ് ഉൽപ്പന്നങ്ങളും. ഗ്ലാസ് ഉൽപ്പന്നങ്ങളുടെ ഒരു മായ കാഴ്ച തന്നെ നമുക്ക് വെനീസിൽ കാണാൻ കഴിയും. വെനീസിലെ ഗ്ലാസ് ഉൽപ്പന്നങ്ങൾക്ക് പേരുകേട്ട വെനീസ് പട്ടണമാണ് മുറാനോ. ഇത് അത്തരത്തിലുള്ള ഒരു ഗ്ലാസ് ഫാക്ടറിയാണ്. സ്വീകരണമുറി കമനീയമാക്കാനായി ഗ്ലാസിൽ തീർത്ത വിവിധ തരത്തിലുള്ള ശരറാന്തലുകളാണ് എന്നെ ഈ ഷോപ്പിലേക്ക് സ്വാഗതം ചെയ്തത്. ഷോപ്പിനുള്ളിലാകട്ടെ ഗ്ലാസിൽ പണിതീർത്ത കണ്ണഞ്ചിപ്പിക്കുന്ന ശില്പങ്ങളാണ്. പക്ഷികളുടെയും മത്സ്യങ്ങളുടെയും മൃഗങ്ങളുടെയും വിവിധ വർണ്ണത്തിലും രൂപത്തിലും ഭാവത്തിലുമുള്ള ധാരാളം ശില്പങ്ങൾ ഇവിടെയുണ്ട്. ശില്പങ്ങളെ ഓരോന്നിനെയും ആകർഷകമാക്കുന്നത് അവയുടെ നിറക്കൂട്ടുകൾ തന്നെയാണ്. ഗ്ലാസിൽ ശില്പങ്ങൾ മെനഞ്ഞെടുക്കുന്നത് എങ്ങനെയാണെന്ന് സഞ്ചാരികൾക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ ഇവിടെ അവസരമുണ്ട്. ഗ്ലാസിൽ ഒരു കുതിരയുടെ ശില്പം തീർക്കുകയാണ് ഇയാൾ. ചുട്ടുപഴുത്ത ഗ്ലാസിലെ കുതിരയുടെ കാലുകൾ ശില്പിയുടെ ഭാവനയ്ക്കനുസരിച്ച് രൂപം നൽകുകയാണ്. ഗ്ലാസിൻ്റെ ചൂട് എത്രമാത്രമുണ്ടെന്ന് സന്ദർശകരെ ബോധ്യപ്പെടുത്തുകയാണ് ജീവനക്കാരി. തീച്ചൂളയിൽ നിന്നുള്ള ചൂടും മഞ്ഞ കലർന്ന ചുവപ്പ് പ്രകാശവും ഞാൻ നോക്കി നിന്നുപോയി. ഇത്തരം ചൂളയിൽ നിന്നും മെനഞ്ഞെടുത്ത ശില്പങ്ങളാണ് ഇവയെല്ലാം. ഓരോ ശില്പങ്ങളിലും വെനീഷ്യൻ പാരമ്പര്യവും സൗന്ദര്യവും കരവിരുതും പ്രകടമാണ്. വിവിധതരം ആഭരണങ്ങളുടെ പ്രദർശനവും കൂട്ടത്തിലുണ്ട്. ഭൂരിപക്ഷവും ഗ്ലാസിൽ തീർത്തവ തന്നെ. ഇവയെല്ലാം കാണുകയും അവ വാങ്ങാനുള്ള തിരക്കിലുമാണ് സന്ദർശകർ. ഓരോന്നിൻ്റെയും വിലയും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗ്ലാസ് ശില്പങ്ങളിലെ വെനീഷ്യൻ നിറക്കൂട്ടുകൾ നമ്മുടെ നാട്ടിൽ കമ്പ്യൂട്ടർ ഗ്രാഫിക്സിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ഈ നിറക്കൂട്ടുകൾ നമ്മുടെ നാട്ടിലെ ശില്പങ്ങളിൽ കാണാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ഇതുതന്നെയാണ് വെനീഷ്യൻ ഗ്ലാസിനെ ലോകപ്രശസ്തമാക്കുന്നതും. വെനീസിലെ ജലയാത്രയും വെനീഷ്യൻ ഗ്ലാസ് ശില്പങ്ങളും കണ്ടപ്പോൾ
ആലപ്പുഴ വള്ളക്കാഴ്ചകളും ആറന്മുള കണ്ണാടിയും ഒരു നിമിഷം എൻ്റെ മനസ്സിൽ ഓടിയെത്തി.